ഈരാറ്റിപ്പുറം. അങ്ങനെ ആർക്കും ഓർമ്മ ഒരു അൺനോൺ സ്പോട്ടാണ്. ഫേമസ് അല്ലല്ലേ അളിയ? അധികം ആർക്കാറുണ്ട്. പക്ഷെ അടുപ്പിച്ച വെയിലത്തൊക്കെ ചുറ്റി കിടന്ന കാരണം ഇവിടെ വന്നിട്ടുള്ളത് ഷോക്ക് സെഹായ്. ഒരു ചെറിയ അതായത് പോകാനുള്ള വഴിയല്ല, വെള്ളം വന്നാൽ ആ വഴി മൂടും. വെള്ളം കയറി കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരാൻ പറ്റില്ല. വെള്ളം കയറി കഴിഞ്ഞാൽ ഇതുവരെ നമ്മൾ ഈ നിൽക്കുന്ന ഇതെല്ലാം വെള്ളത്തിൽ നിന്ന് ആറപ്പടം ഉള്ളത് ആ 2 മീറ്റർ ഇത് മാത്രമേ ഉള്ളൂ. ഇവിടെ പോസ്റ്റ് ഉണ്ടല്ലോ, അതിനെയാണ് പാലമായിട്ട് സെറ്റ് ചെയ്യുന്നത്. അത് മുങ്ങിയാൽ പുറത്തോട്ട് വരാൻ വഴി വളരെ ടഫാണ്. കണ്ടോ ഇവിടുത്തെ വഴി ഫ്രണ്ട്ലി ഏരിയ ആണ്. പ്രത്യേകിച്ചും പറയാനില്ല, ഇവിടുത്തെ പറഞ്ഞ ആ പാലം വെള്ളം വരുമ്പോഴേക്കും ആ പാലത്തിന്റെ ഒരു അറിവ് കാണത്തില്ല. ഇപ്പൊ ശരിക്കും പോകുന്നത് നമ്മൾ ഇതിന്റെ എൻട്രിങ് സൈഡിലോട്ടല്ലേ അളിയാ? ഇതിന്റെ വീഡിയോ കിട്ടിയിട്ടുണ്ട്, എന്നാൽ പോലും അത് അപ്പുറത്തെ സൈഡ് മാത്രമാണ്. ഈ ചെറിയൊരു വഴി കൂടെയാണ് ക്രോസ് ചെയ്ത് നമ്മൾ അപ്പുറത്ത് പോകേണ്ടത്. വെറുതെ വീട്ടിൽ ബോറടിച്ചൊക്കെ ഇരിക്കുമ്പോഴത്തേനും നമുക്ക് മീൻ പിടിക്കാൻ പറ്റിയ നല്ല ഇഷ്ടംപോലെ സ്പോട്ടുകളുണ്ട്. മീൻ പിടിക്കാൻ മാത്രമേ ഇവിടെ സ്പോട്ട് ഉള്ളൂ. പക്ഷെ ഇന്ന് അത്രയും ക്രൗഡ് ഇല്ലല്ലേ ഇവിടെ. ആണ് ശരിക്കും ഇതിന്റെ എൻട്രി. ഇതാണ് എൻട്രി ഗേറ്റ് ആണ് ഇന്ന് വേണ്ടത്. ഇവിടെ നല്ല ഷീറ്റൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ഇരുന്ന് റെസ്റ്റ് എടുക്കാമേ. പിന്നെ ഇവിടെ പ്രത്യേകിച്ച് പറയാനുള്ളത്, വന്നാൽ വെള്ളം കുടിക്കാനൊക്കെ ടാസ്ക്കാണ്. പൈപ്പുണ്ട്, ആ പൈപ്പിലെ വെള്ളം സെക്യൂരിറ്റി നമ്മൾ കൈ കഴിക്കൊണ്ടെന്ന് അവിടെ ഒരു പൈപ്പുണ്ട്. പൈപ്പിൽ എപ്പോഴും വെള്ളം കാണണമെന്നില്ല, അതുകൊണ്ട് തന്നെ ഒരു കുപ്പി വെള്ളം കരുതിയിരിക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. അതിന്റെ മേളെന്തോ കാണുന്നുണ്ടല്ലേ, ഫാമെന്നാണ് ഇപ്പം പറയുന്നത്. അതുകൊണ്ടായിരിക്കും ഇത്രയും പൊക്കത്തിൽ വെച്ചിരിക്കുന്നത് ആയിരിക്കാം. പിന്നൊരു കാര്യം പറയാനുള്ളത്, വരുന്നവർ കഴിവതും വേസ്റ്റ് ഒന്നും ഇടാതിരിക്കാൻ ശ്രമിക്കുക. അവിടെ കുറച്ച് വേസ്റ്റ് ഉണ്ട്, ഇതെല്ലാം സംരക്ഷിക്കേണ്ട നമ്മുടെ ഒരു ഡസ്റ്റ്ബിൻ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. വണ്ടികളൊക്കെ മാക്സിമം ഇവിടെ കിടന്ന് സ്റ്റണ്ടൊന്നും കാണിക്കല്, അതാണ് മെയിൻ ആയിട്ട് പറയാൻ. സ്റ്റണ്ടൊക്കെ കാണിച്ചാൽ പ്രശ്നമാണ്. സമാധാനമായിട്ട് പീസ്ഫുൾ ആയിട്ട് വന്നിരിക്കാൻ പറ്റിയ സ്ഥലമാണ്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് അട്രാക്റ്റീവ് സ്പോട്ടിലാണ്. യെസ്, അപ്പോൾ ഇത് ഇവിടെയാണ് സെക്യൂരിറ്റി ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതിനി അങ്ങ് വരുമ്പോൾ, പക്ഷേ ഇവിടെ 2-3 വീടൊക്കെ ഉണ്ട്. വീടൊക്കെ ഉണ്ട്. 2 പയ്യന്മാർ വരാനുണ്ട്. 2 പയ്യന്മാർ. പോസ്റ്റാണ് ഗൈസ്, പോസ്റ്റ്. ഇതാണ് ഈരാറ്റുപുറം. ട്രിവാൻഡ്രത്ത് നിന്ന് വരുവാണെങ്കിൽ നമ്മുടെ നെയ്യാറ്റിൻകര മാമ്പഴക്കര പോകുന്ന അവിടെ നിന്ന് പോകുന്ന റോഡിൽ മാമ്പഴക്കര ജംഗ്ഷനിൽ വന്നിട്ട് ഈരാറ്റുപുറം അടുത്തെത്തി ലെഫ്റ്റ് കട്ട് ചെയ്ത് വരിക. അവിടെ ജംഗ്ഷനിൽ വന്നിട്ട് ആരടുത്ത് ചോദിച്ചാലും പറഞ്ഞു തരും. ആരടുത്ത് ഈരാറ്റുപുറം എവിടെ നിന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരടുത്ത് ചോദിച്ചാലും പറഞ്ഞു തരും. ഇനി കാട്ടാക്കട എന്നാണ് പറഞ്ഞെങ്കിൽ കാട്ടാക്കട പോങ്ങുമൂടി പുന്നാവൂർ റൂട്ട് കയറി പുന്നാവൂർ എത്തിയിട്ട് ഇടതാണ്. എക്സാം നടന്നുകൊണ്ടിരിക്കുന്നല്ലേ ഉള്ളൂ. അങ്ങനത്തെ സംഭവം ഓൾ ദ ബെസ്റ്റ്. നമ്മൾ അടുത്ത സ്പോട്ടിലോട്ട് ഇതാ. ഇവിടെ വരുമ്പം വേറെ വൈബല്ലേ, ഇവിടെ വരുമ്പോ ഒരു പ്രത്യേക വൈബ്. ഇവിടെ വരുമ്പോ വേറെ വൈബ്, അവിടെ നിൽക്കുമ്പോ വേറെ വൈബ്. അത് വേറെ സ്ഥലം, ഇത് വേറെ സ്ഥലം. ശരിക്കും അപ്പർ സൈഡ് എന്ന് പറഞ്ഞാൽ എന്താ പറയാൻ വേണ്ടിട്ട്, ഇവിടുന്ന് ശരിക്കും വെള്ളം കാണണമെങ്കിൽ നമ്മൾ കുറച്ച് അപ്പുറത്തോട്ട് ക്രോസ് ചെയ്തിട്ടോ. അവിടെ നിന്ന് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് പോകുന്നത് ഒഴുകി പോകുന്ന വെള്ളത്തിന്റെ ഒരു സൈഡിലാണ്. അതുകൊണ്ട് നല്ല തണുത്ത കാറ്റും അടിപൊളിയാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ കുളിക്കാനോ ഒന്നും ചെയ്യരുത്.
കുളിക്കാം, പക്ഷെ വളരെയധികം ശ്രദ്ധ വേണം. കാരണം പാറകളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. രണ്ടു മൂന്ന് ആൾക്കാർ മരിച്ചോ? രണ്ടു മൂന്ന് പേർക്ക് മരിച്ചിട്ടു. ഇടയ്ക്ക് ഒരു പയ്യൻ മരിച്ചേ ഉള്ളൂ. ന്യൂസിലൊക്കെ ഉണ്ടായിരുന്നു. ആവശ്യമില്ലാതെ നീന്താൻ അറിയാം. വളരെയധികം ശ്രദ്ധിച്ചു വെക്കണം. കാരണം പാറയിടുക്കുകളൊക്കെ ഉള്ളതുകൊണ്ട് അപകടങ്ങൾ വേഗം വരാം. ഇനി ഇവിടെ നിന്ന് നടന്നു വേണം ഇനി അപ്പുറത്ത് പോവാം. ഇതുവഴി പോയാൽ പെട്ടെന്ന് എത്താം. പക്ഷെ നമ്മൾ മുമ്പ് ആ സൈഡിൽ കൂടെയാണ് വന്നോണ്ടിരുന്നല്ലേ? ഇത് ട്രക്കിങ് പോലെയാണല്ലേ അളിയ? ഇവിടെ റിസോർട്ടൊക്കെ വന്നിരുന്നെങ്കിൽ അടിപൊളിയായിരിക്കുമായിരുന്നു. അയ്യോ, ഇത് പക്ഷേ കുറച്ച് കാലമായിട്ടുള്ളൂ ഒരു ടൂറിസ്റ്റ് ഏരിയ ആയിട്ട്. ഒരു ടൂറിസ്റ്റ് ഏരിയ എന്ന് പറയാൻ പറ്റില്ല. ഇവിടെ ചെറിയൊരു കുളമുണ്ട്. കളന്നല്ലേ? നമ്മളതാ എത്താറായത്. ഇവിടെ അതാ മരമൊക്കെ വെട്ടണുണ്ട് ഇവിടെ. അതാ അപ്പൊ ഓടിച്ചാടിയ ഭാഗത്ത് നമുക്ക് ഇത് ഉണ്ടല്ലോ. അടിപൊളി. ഇവിടെ 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 വരുമ്പോ നമ്മൾ മറ്റേ മറയൂരൊക്കെ നിൽക്കുന്ന ഒരു ഫീലാണ്. ഇവിടെ കുറെ ആൾക്കാരൊക്കെ അതാ അവിടെ ഇരിപ്പുണ്ട്. അല്ലേ, ഞാൻ മുമ്പ് മറയൂർ പോയപ്പോഴേ അതെ പുലിമുരുകന്റെ ഇതുണ്ടല്ലോ, ആ ഒരു ഫീലാണല്ലേ ഇവിടെ ഇരിക്കുമ്പോ. എനിക്ക് അവിടെ നിൽക്കണല്ലാണ് തോന്നണം ഇടയ്ക്കിടയ്ക്ക്. സോ അപ്പൊ ശരിക്കും അവിടെ ഒരു പാറാണ് നമ്മൾ. അതിന്റെ മേളിലോട്ട് പോകാനുള്ള പുറപ്പാടിലാണ് നമ്മൾ. അതിന്റെ മേളിലോട്ട് പോയാലോ? വീണ്ടും എടുത്ത് പറയാനുള്ള വരുമ്പോഴത്തേനും നോക്കി വേണം വരാൻ. ഇഷ്ടംപോലെ പാറക്കെട്ടുകളും കാര്യങ്ങളും ഉള്ളതാണ്. പിന്നെ ഇവിടെ കുപ്പിച്ചില്ല കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. ഇപ്പുറ സൈഡ് പക്ഷെ ഭയങ്കര വെയിലാണ് കേട്ടാ. അധികം തണലൊന്നുമില്ല. എന്നാ പോലും കൊള്ളാം. 4 മണി കഴിഞ്ഞിട്ട് വരണം. കുറച്ച് വെയിലൊക്കെ താന്ന് അടിപൊളി. ശരിക്കും നമ്മളിപ്പോ സമയം 1 മണി 2 മണി എന്തോ ആയി കേട്ടാ. മറ്റേ വെയിലത്ത് അതിന്റെ മേലോട്ട് പോവാ. മേളിൽ പോയിട്ടുള്ള വ്യൂ കാണിച്ചു തരാം. സോ യു ഗോ ദിസ്. ഇതാണ് ഇതിന്റെ മേളിൽ പോയിട്ടുള്ള ശരിക്കും വ്യൂ. അടിപൊളിയല്ലേ? ഇവിടെ നല്ല കാറ്റൊക്കെ ഉണ്ട്. ഇതാണ് തുരുത്ത്. ഇതിന്റെ അപ്പുറത്ത്, അതായത് ഈ സൈഡും നമ്മുടെ ഈ സൈഡും കണ്ടോ, 2 സൈഡിൽ കൂടി വെള്ളം പോകും. വെള്ളം കൂട്ടുന്ന സമയത്ത് ഒരു ദ്വീപ് പോലെ ആവും. അതിലേക്ക് ഒരു ചെറിയ തുരുത്ത് നമ്മള് പെട്ടിട്ടുണ്ടല്ലോ ഇതിനകത്ത്. നമ്മൾ ഒരിക്കൽ വന്നപ്പോഴത്തേനും മഴ സമയമായിരുന്നു. സംഭവം പറ്റിപ്പോയത് എന്താന്ന് വെച്ചാൽ അങ്ങോട്ട് പോയപ്പോഴത്തേനും, അതായത് ഇവിടെ ക്രോസ് ചെയ്ത് അപ്പുറത്ത് പോയപ്പോഴത്തേനും മഴ ഇല്ലായിരുന്നു. തിരിച്ചു വന്നപ്പോൾ മഴയായിരുന്നു. ഇവിടുന്ന് മഴ കഴിഞ്ഞ് ഇപ്പുറത്ത് ക്രോസ് ചെയ്യാൻ ഒരു വഴിയില്ല. പിന്നെ അവിടെ നിന്ന് വെള്ളത്തിൽ കൂടെ കമ്പ് ഊന്നിയാണ് ഇവിടെ എത്തിയത്. ഇല്ലെങ്കിൽ ഫയർഫോഴ്സ് വന്നാലേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇവിടെ നമ്മൾ വന്ന ചെറിയ ആ ഒരു സംഭവമാണ് അവിടെ കാണുന്നത്. നമ്മളെ പോസ്റ്റ് ഫ്രണ്ട്സ് വരാണ്. നമ്മളെ പോസ്റ്റ് ആക്കിയെന്ന് പറഞ്ഞാണ്ട് ചെക്കന്മാര് 2 മണിക്കൂർ പോസ്റ്റ് ആക്കി. 2 മണിക്കൂർ ഞാൻ നടന്നു വരികയാണ്. അതുവഴി നമ്മൾ എത്ര പൊക്കത്തിലാണെങ്കിൽ പൊക്കോട്ട്. പന്നി ശല്യം ഉണ്ടോ ഇവിടെ? പന്നിയില്ല, മുയലൊക്കെ ഉണ്ടോ?
ബ്രോ പോസ്റ്റ് ബ്രോ ഇവിടെ കാണാൻ വരുന്ന ആൾക്കാരാണ്. കാറ്റ് 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 തുരുത്തി പോയി പെട്ടില്ല അത് രാത്രി ഏതാ അത് വഴിയല്ലേ പോലെ അത് വഴി. ഇതിനാണ് പ്ലാൻ അളിയാ? നീ ജോലിക്ക് പോണില്ലേ? കുഴിയാണ് നോക്കി നടന്നു വരൂ. ഓക്കെ സംഭവം കൊറേ ദൂരമുണ്ട്. അമ്മരെ അങ്ങ് എത്തിയല്ലേ? കിരണതാ വീഡിയോ എടുക്കാൻ ഫോട്ടോ എടുത്തതാ. എന്നെ കാണണ്ടല്ലേ? ഇവിടെ എന്തോ പരിപാടി തിരിക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പ് ചെയ്യുന്നതിന് വല്ലതും നടക്കുമോ എന്ന് നോക്കാം. ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ പറ്റിയാൽ you can see this view. ഇവിടെ ഇടിച്ച് നിൽക്കുമല്ലോ. നല്ല ഇരിക്കാനുള്ളൊരു സ്പോട്ടായിരുന്നു, തകർത്തല്ലാടാ. പക്ഷെ നോക്കണേ പൊങ്ങി നിൽക്കുന്നുണ്ട്. നമ്മൾ പോവുകയാണ് ഗൈസ്. നമ്മൾ നമ്മളുടെ ചെറുക്കന്മാരായിട്ട് ഇന്ന സ്പോട്ടിൽ നിന്ന് ഇറങ്ങി ഇപ്പം എന്താ നടന്നിട്ടിരിക്കുകയാണ് തിരിച്ച്. നമ്മളാദ്യം വന്ന ആ സ്പോട്ടിലേക്ക് വേണ്ടത്തുള്ള ആൾക്കാരെയാണ് ഇവിടെ വരണം. മസ്റ്റ് ബി പ്ലേസ് ആണ്. മസ്റ്റ് ബി പ്ലേസ്. ഒന്ന് എക്സ്പീരിയൻസ് ചെയ്താൽ കിടക്കണവര് പോലും ഇവിടെ ബൈ 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 ബൈ. നിങ്ങൾ അങ്ങോട്ടല്ലേ? ഓക്കെ ഓക്കെ.